السلام عليكم ورحمة الله. كيف حالكم وأخباركم وعساكم طيبين. أحباء المشتركين والمشاهدين، مرحبا بكم إلى قناتي تعلم العربية مع فيزي. حنا رايحون اليوم نتعلم بعض الجمل اللي نستخدمها يومي. تعال نشوف ونشيك الفيديو. ലേൺ അറബിക് വിത്ത് ഫൈസിയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് ദിനേന ഉപയോഗിക്കേണ്ടി വരുന്ന ചില വാചകങ്ങളാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് വാചകങ്ങളുണ്ട്. അതായത് ദിനേന നമുക്ക് നമ്മുടെ ജോലി സ്ഥലങ്ങളിലോ, അതായത് ഗൾഫ് കൺട്രീസിൽ ജോലി ചെയ്യുന്ന ആളുകൾ എന്ന നിലക്ക് നമ്മുടെ ജോലി സ്ഥലങ്ങളിലോ അതല്ലെങ്കിൽ പുറത്തോ നമ്മൾ അറബികളുമായി ബന്ധപ്പെടുന്ന സമയത്ത്, അവരുമായി സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്ന, ദിനേന ഉപയോഗിക്കേണ്ടി വരുന്ന വാചകങ്ങൾ. അപ്പോൾ അതിൽ കുറച്ചാണ്, ഒരു 10ഓളം വാചകങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനിയും വാചകങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് വരുന്ന വീഡിയോകളിൽ നമ്മൾ അതും ചെയ്യുന്നതാണ്. കൂടാതെ നമ്മൾ കഴിഞ്ഞ ചില വീഡിയോകൾ ചെയ്തതുപോലെ അറബി വീഡിയോ കണ്ട് അറബി സംസാരിക്കുന്ന അതും നമുക്ക് തുടരേണ്ടതുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് ആവശ്യമായി വരുന്ന ചില കാര്യങ്ങൾ എന്ന നിലക്കാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ചില വാചകങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് എന്ത് ചെയ്യാം, ആ വാചകങ്ങൾ ഏതൊക്കെയാണ്, എങ്ങനെയാണ് അത്തരം വാചകങ്ങൾ നമുക്ക് അറബിയിൽ ശരിയായ രീതിയിൽ പറയേണ്ടി വരിക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ഒരു വാചകം എന്താണെന്ന് വെച്ചാൽ, മൊബൈൽ താഴെ വെക്ക് അല്ലെങ്കിൽ മൊബൈൽ ആ മേശപ്പുറത്ത് വെക്ക് എന്ന് ചില സമയത്ത് നമുക്ക് പറയേണ്ടി വരും. ഓക്കെ, അത് ചിലപ്പോൾ നമ്മൾ ഒരു കമ്പനിയിൽ മുതിർന്ന ഒരു ജോലിക്കാരനാകാം, മുതിർന്ന ഒരു ഉദ്യോഗസ്ഥനാകാം. അപ്പോൾ നമുക്ക് കീഴെ ജോലി ചെയ്യുന്ന ആളുകളോട് പറയേണ്ടി വരും, അല്ലെങ്കിൽ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുകളോട് ചില സമയത്ത് നമുക്ക് പറയേണ്ടി വരും, ആ മൊബൈലൊന്ന് താഴെ വെക്ക് അല്ലെങ്കിൽ മൊബൈൽ ആ ടേബിളിൽ വെക്ക് എന്ന് പറയേണ്ടി വരും. ഓക്കെ, അതെങ്ങനെയാണ് നമുക്ക് ശരിയായ അറബിയിൽ പറയേണ്ടി വരിക? അപ്പോൾ വെക്ക് എന്നുള്ളതിന് ഹത്വ എന്ന വാക്കാണ് ഉപയോഗിക്കുക. ഹത്വ എന്ന് പറഞ്ഞാൽ ശരിക്കും വെച്ചു എന്നാണ്. ഓക്കെ, അപ്പോൾ വെക്ക്, നീ വെക്ക് എന്നുള്ളതിന് ഹുത്വ എന്നാണ് പറയാം. ശരി, അപ്പോൾ ഹുത്വ എന്നുള്ളത് അറബിയിൽ സംസാരിക്കുമ്പോൾ ഹുത്ത് എന്നാണ് പറയാം. ഹുത്വ എന്നല്ല, ഹുത്ത് എന്നാണ് പറയാ. ഹത്ത് എന്നും പറയാറുണ്ട്. ഹത്ത് അല്ലെങ്കിൽ ഹുത്ത് എന്ന് പറയാറുണ്ട്. ഹുത്ത് എന്നതാണ് ശരിയായ രീതി. ഓക്കെ, മൊബൈൽ എന്നുള്ളതിന് ജവ്വാൽ എന്നുള്ളതാണ് നമുക്കറിയാം. അപ്പോൾ മൊബൈൽ താഴെ വെക്ക് എന്നുള്ളത് എങ്ങനെ പറയും? ഹുത്വൽ ജവ്വാൽ എന്ന് പറയാം. ഹുത്വൽ ജവ്വാൽ അല്ലെങ്കിൽ ഹുത്ത് ജവ്വാൽ എന്ന് പറയാം. ഹുത്ത് ജവ്വാൽ, ഹുത്ത് ജവ്വാൽ അല്ലെങ്കിൽ ഹുത്വൽ ജവ്വാൽ. ശരി, പിന്നെ ടേബിളിൽ വെക്ക് എന്നുള്ളതിന് ഒന്നുകൂടി നമുക്ക് ചേർത്ത് പറയുന്നത് അലത്വാവില എന്ന് പറയാം. ഓക്കെ, ഹുത്വൽ ജവ്വാൽ എന്ന് പറഞ്ഞാൽ മൊബൈൽ താഴെ വെക്ക് എന്നുള്ളതാണ്. ഇനി മൊബൈൽ ടേബിളിന്റെ മുകളിൽ വെക്ക് എന്നുള്ളതിന് എന്താണ്? ഹുത്വൽ ജവ്വാല അലത്വാവില എന്ന് പറയാം. ഹുത്വൽ ജവ്വാൽ അലത്വാവില, ഇങ്ങനെ ഹുത്വൽ ജവ്വാൽ അലത്വാവില. ഇനി ആ മൊബൈൽ നിന്റെ കീശയിൽ വെക്ക് എന്നെങ്ങനെ പറയാം? ആ മൊബൈൽ എടുത്ത് നിന്റെ പോക്കറ്റിൽ വെക്ക് എന്ന് പറയാലോ. അപ്പോൾ അതിനെ അലത്വാവില മാറ്റിയിട്ട് എന്ത് ചെയ്യാം? ഫീ ജെയ്ബിക് എന്ന് പറഞ്ഞാൽ മതി. ജെയ്ബ് എന്ന് പറഞ്ഞാൽ പോക്കറ്റ് എന്നാണ്. അപ്പോൾ ഫീ ജെയ്ബിക്, നിന്റെ പോക്കറ്റിൽ. അപ്പോൾ ഹുത്വൽ ജവ്വാൽ ഫീ ജെയ്ബിക് എന്ന് പറയാം. ഓക്കെ, ഹുത്വൽ ജവ്വാൽ അലത്വാവില എന്ന് പറഞ്ഞാൽ മൊബൈൽ ടേബിളിന്റെ മുകളിൽ വെക്കുക. ഹുത്വൽ ജവ്വാൽ ഫീ ജെയ്ബിക് എന്ന് പറഞ്ഞാൽ മൊബൈൽ എന്ത് ചെയ്യുക? നിന്റെ പോക്കറ്റിൽ വെക്കുക എന്നുള്ളതാണ്. ഇനി മൊബൈൽ സൈലന്റിലാക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ജോലി സ്ഥലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മീറ്റിങ്ങിലോ വേറെ ആരെങ്കിലുമായി സംസാരിക്കുന്ന സമയത്താണെങ്കിലും മൊബൈൽ സൈലന്റ് ആക്കേണ്ട ആവശ്യം വരും. കാരണം ഡിസ്റ്റർബൻസ് ആവാൻ പാടില്ലല്ലോ. അപ്പോൾ മൊബൈൽ സൈലന്റ് ആക്കുക എന്നുള്ളത്, അപ്പോൾ അവിടെയും മൊബൈൽ വെക്കുക എന്നുള്ള ആ ഒരു അർത്ഥത്തിൽ തന്നെയാണ് ആദ്യം ഉപയോഗിക്കുക. അപ്പോൾ വെക്കുക എന്നുള്ളതിന് എന്താണ്? ഹുത്വ എന്നാണ് നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ, മൊബൈൽ എന്നുള്ളതിന് ജവ്വാൽ എന്നാണ്. അപ്പോൾ നിന്റെ മൊബൈൽ എന്നുള്ളതിന് എന്താണ്? ജവ്വാലക് എന്ന് പറഞ്ഞാൽ മതി. ജവ്വാലക് എന്ന് പറഞ്ഞാൽ നിന്റെ മൊബൈൽ. അപ്പോൾ ഹുത്ത് ജവ്വാലക്, ഹുത്ത് ജവ്വാലക്, നിന്റെ മൊബൈൽ നീ വെക്കുക. എങ്ങനെയാണ്? പിന്നെ അല സ്വാമിത് എന്ന് പറയാം. സ്വാമിത്, സ്വാമിത് എന്ന് പറഞ്ഞാൽ സൈലന്റ് എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഹുത്ത് ജവ്വാലക് അല സ്വാമിത്, നിന്റെ മൊബൈൽ നീ സൈലന്റ് ആക്കി വെക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ എങ്ങനെയാണ്? ഹുത്ത് ജവ്വാലക് അല സ്വാമിത്, ഹുത്ത് ജവ്വാലക് അല സ്വാമിത്, നിന്റെ മൊബൈൽ എന്ത് ചെയ്യുക? സൈലന്റിലാക്കി വെക്കുക. ഇനി മറ്റൊന്നാണ് മൊബൈൽ ഓൺ ആക്കുക, മൊബൈൽ ഓഫ് ആക്കുക എന്ന് പറയേണ്ടി വരും, അല്ലേ? മൊബൈൽ ഓൺ ആക്കുക, മൊബൈൽ ഓഫ് ആക്കുക. അപ്പോൾ അത് മറ്റൊരു വീഡിയോയിൽ ക്ലിയർ ആയിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. ഓൺ ആക്കുക, ഓഫ് ആക്കുക എന്നൊക്കെയാണ് എങ്ങനെയാണ് പറയാന്നുള്ളത്. ആ മൊബൈൽ ഓൺ ആക്കുക എന്നുള്ളത് നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് എന്താണ്? ഷഗൽ എന്നാണ്. ഷഗൽ, ഷഗൽ, ഷഗൽ ജവ്വാലക്, ഷഗൽ ജവ്വാലക് എന്ന് പറഞ്ഞാൽ നിന്റെ മൊബൈൽ എന്ത് ചെയ്യുക? ഓൺ ആക്കുക എന്നുള്ളതാണ്. ഷഗൽ ജവ്വാലക്, ഷഗൽ ജവ്വാലക്, നിന്റെ മൊബൈൽ ഓൺ ആക്കുക. മൊബൈൽ ഓഫ് ആക്കുക എന്നുള്ളത് എന്താണ്? ഓക്കെ, ചിലപ്പോൾ മുതിരൊക്കെ വന്നിട്ട് ചിലപ്പോൾ പറയും എന്ത് മൊബൈൽ ഓഫ് ആക്കാനൊക്കെ പറയും. അപ്പോൾ എങ്ങനെയായിരിക്കും അവർ പറയാം? തൊഫി ജവ്വാലക്, തൊഫി ജവ്വാലക്. അപ്പോൾ ജോലി ചെയ്യുന്ന സമയത്ത് മൊബൈൽ ഓഫ് ചെയ്ത് വെക്കണം എന്നായിരിക്കും അവർ ഉദ്ദേശിക്കുക, അല്ലേ? അപ്പോൾ ചിലപ്പോൾ എന്താ പറയും? തൊഫി ജവ്വാലക് ഫി ഷഗൽ,
ജോലി ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, മൊബൈൽ നീ ഓഫാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഫിഷുകൾ, അപ്പോൾ ജോലി സമയത്ത് ജോലിയിൽ എന്ത് ചെയ്യുക, നീ മൊബൈൽ ഓഫാക്കി വെക്കുക എന്നുള്ള ഉദ്ദേശം. അപ്പോൾ വേറെ ആരോടെങ്കിലും നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ എങ്ങനെ പറയും? തൊഫി ജവ്വാലക്, തൊഫി ജവ്വാലക്, നിന്റെ മൊബൈൽ നീ ഓഫാക്കൂ എന്നുള്ളതാണ്. അപ്പോൾ ഷഗൽ ജവ്വാലക് എന്ന് പറഞ്ഞാൽ നിന്റെ മൊബൈൽ നീ ഓണാക്കുക, തൊഫി ജവ്വാലക് എന്ന് പറഞ്ഞാൽ നിന്റെ മൊബൈൽ നീ ഓഫാക്കുക എന്നാണ്. ഇനി നമ്മുടെ ജോലി സ്ഥലത്ത് പലപ്പോഴും സംഭവിക്കാറുള്ളതാണ്, അതായത് ചാർജർ ഞാൻ മറന്നു, നിന്റെ അടുത്ത് ചാർജർ ഉണ്ടോ എന്ന് നമ്മുടെ അടുത്തിരിക്കുന്ന ഒരു അറബിയോട് ചോദിക്കണം. അപ്പോൾ അതെങ്ങനെയാണ് ചോദിക്കുക? ഞാൻ ചാർജർ കൊണ്ടുവരാൻ മറന്നു, നിന്റെ അടുത്ത് ചാർജർ ഉണ്ടോ എന്നാണ് ചോദിക്കേണ്ടത്. അപ്പോൾ എങ്ങനെ? അപ്പോൾ ഞാൻ മറന്നു എന്നുള്ളതിന് നസീത്ത് എന്നാണ് പറയാം. ഓക്കെ, നസിയ എന്ന് പറഞ്ഞാൽ മറന്നു എന്നാണ്. നസീത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മറന്നു. ഓക്കെ, ചാർജർ എന്നുള്ളതിന് ഷാഹിൻ എന്നാണ് പറയുക. ഷാഹിൻ, ഷാഹിൻ എന്ന് പറഞ്ഞാൽ ചാർജർ. ഓക്കെ, ഇപ്പം ഷഹൻ എന്ന് പറയും ചാർജിന് ഷഹൻ. ഓക്കെ, അപ്പോൾ ഷാഹിൻ എന്ന് പറഞ്ഞാൽ ചാർജർ. നസീദ് ഷാഹിൻ എന്ന് പറഞ്ഞു, നസീദ് ഷാഹിൻ, ഞാൻ ചാർജർ മറന്നു, കൊണ്ടുവരാൻ മറന്നു. ഓക്കെ, അപ്പോൾ കൊണ്ടുവരാൻ എന്നൊന്നും നീട്ടി പറയണ്ട, നസീദ് ഷാഹിൻ, ഞാൻ ചാർജർ മറന്നു, നിന്റെ അടുത്ത് ചാർജർ ഉണ്ടോ എന്ന് ചോദിക്കണം. അപ്പോൾ നിന്റെ അടുത്തുണ്ടോ എന്നുള്ളതിന് എന്ത് പറയാം? നമ്മൾ അടുത്ത് എന്നുള്ളതിന് നമ്മൾ ഐന്ദ മാ എന്നൊക്കെയാണ് പറഞ്ഞത്, നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ മറ്റൊരു വാക്കുണ്ട്, എന്ത്? ലദൈക് എന്നാണ്. ഓക്കെ, ലത എന്നുള്ളൊരു സംഗതി, ലത. ഓക്കെ, നമ്മൾക്ക് പരിചയമുള്ളൊരു ലത എന്താണ്? നമ്മുടെ കേരളത്തിൽ ലത ചേച്ചി ഒക്കെ ഉണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ ഇത് ലത എന്നുള്ളതാണ്. ലത എന്ന അറബിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അടുത്ത്, കൂടെ എന്ന അർത്ഥത്തിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പം ലദൈക് എന്ന് പറഞ്ഞാൽ നിന്റെ കൂടെ, നിന്റെ അടുത്ത് എന്ന അർത്ഥത്തിലാണ്. അപ്പം ലദൈക് ഷാഹിൻ, നിന്റെ അടുത്ത് ചാർജർ ഉണ്ടോ എന്ന് വളരെ സിമ്പിളായിട്ട് ചോദിച്ചാൽ. അപ്പോൾ നസീദ് ഷാഹിൻ, ലദൈക് ഷാഹിൻ, ഞാൻ ചാർജർ മറന്നു, നിന്റെ അടുത്ത് ചാർജർ ഉണ്ടോ? എങ്ങനെയാണ്? നസീദ് ഷാഹിൻ ലദൈക് ഷാഹിൻ എന്നാണ്. നസീദ് ഷാഹിൻ ലദൈക് ഷാഹിൻ, ഞാൻ ചാർജർ മറന്നു, നിന്റെ അടുത്ത് ചാർജർ ഉണ്ടോ? ഇനി എൻ്റെ മൊബൈലിൽ ചാർജ് തീർന്നു, ഇതൊന്ന് ചാർജറിൽ കണക്ട് ചെയ്യും എന്ന് നമ്മൾ പറയാറുണ്ട്. ഓക്കെ, അത് കറക്റ്റ് എങ്ങനെയാണ് അറബിയിൽ പറയാം? എൻ്റെ മൊബൈലിലെ ചാർജ് തീർന്നു എന്നുള്ളതിന് വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാം, ജവ്വാലി ത്വാഫി എന്ന് പറഞ്ഞാൽ. ജവ്വാലി ത്വാഫി, എൻ്റെ മൊബൈൽ ചാർജ് തീർന്നു, ഡെഡായി എന്ന് പറയാം. ഇപ്പോൾ ഡെഡായി എന്നുള്ളതിന് ചിലപ്പോൾ നമ്മൾ എൻ്റെ ഫോൺ ചത്തുപോയി എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ അതിന് ഒന്ന് രണ്ട് അറബികൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, എന്ത്? ഓ ജവ്വാലി മാത്ത്, എൻ്റെ മൊബൈൽ ചത്തുപോയി എന്ന അർത്ഥത്തിൽ അവരും അങ്ങനെ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ നല്ലൊരു രീതിയിൽ പറയുന്നത് എങ്ങനെയാണ്? ജവ്വാലി ത്വാഫി, എൻ്റെ മൊബൈൽ ഓഫായി പോയി. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? എൻ്റെ മൊബൈൽ ഒന്ന് ചാർജറിൽ കണക്ട് ചെയ്യണം എന്നെങ്ങനെ പറയാം? ഹുത്ത് ജവ്വാലി അല ഷാഹിൻ, ഹുത്ത് ജവ്വാലി, എൻ്റെ മൊബൈൽ ഒന്ന് വെക്ക്, എന്ത്? അല ഷാഹിൻ, ചാർജറിൽ വെക്കുക. അപ്പോൾ ചാർജറിൽ കണക്ട് ചെയ്യുക എന്നുള്ളതിനും ഹുത്വ എന്ന വാക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്. എന്ത്? ഹുത്ത് ജവ്വാലി അല ഷാഹിൻ, എൻ്റെ മൊബൈൽ എന്ത് ചെയ്യും? ഒന്ന് ചാർജറിൽ കണക്ട് ചെയ്യും. അപ്പോൾ മൊബൈൽ എന്ത് ചെയ്തു? ഓഫായി. ജവ്വാലി ത്വാഫി ഹുത്ത് ജവ്വാലി അല ഷാഹിൻ, ജവ്വാലി ത്വാഫി ഹുത്ത് ജവ്വാലി അല ഷാഹിൻ, ചാർജറിൽ എന്ത് ചെയ്യുക? ഇതൊന്ന് കണക്ട് ചെയ്യുക. എൻ്റെ മൊബൈൽ വർക്ക് ചെയ്യുന്നില്ല, എന്താണെന്നറിയില്ല, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? നമ്മൾ സാധാരണ പറയുന്ന വാക്കുകളാണ് അല്ലേ, മൊബൈൽ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ. അപ്പോൾ അതെങ്ങനെയാണ് നമുക്കൊന്ന് അറബിയിൽ പറയാം? ഓക്കെ, എൻ്റെ മൊബൈൽ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ വർക്ക് ചെയ്യുക എന്നുള്ളതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, ഇസ്തഗല എന്നുള്ളത്. ഇപ്പോൾ അസ്തഗൽ ഫി ശരിക, ഞാൻ ഇന്നൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു എന്ന് പറയാൻ നമ്മൾ അങ്ങനെ തന്നെ ഉപയോഗിക്കുക. ഇതേ വാക്ക് തന്നെയാണ് മൊബൈൽ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറയാനും നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ ജവ്വാലി മാ യസ്തഗിൽ എന്ന് പറഞ്ഞാൽ മതി. ജവ്വാലി എന്ന് പറഞ്ഞാൽ എൻ്റെ മൊബൈൽ. അപ്പോൾ ജവ്വാലി മാ യസ്തഗിൽ, ജവ്വാലി മാ യസ്തഗിൽ, എൻ്റെ മൊബൈൽ വർക്ക് ചെയ്യുന്നില്ല. ഓക്കെ, അത് എന്താണെന്ന് അറിയില്ല. അതെങ്ങനെയാണ് പറയാം? അറിയില്ല എന്നുള്ളത്, എനിക്കറിയില്ല എന്നുള്ളതിന് എന്താണ് വാക്ക്? മദിരി എന്നാണ് പറയാം. മാ അദിരി എന്നുള്ളത് മദിരി എന്ന് പറയാം. മദിരി ഏഷ്, എന്താണെന്ന് അറിയില്ല. ഓക്കെ, അതൊന്നുകൂടി ചെറുതാക്കി അറബികൾ പറയുന്നത് കേൾക്കാം, മദിരേഷ് എന്നാണ്. മദിരേഷ്, എന്താണെന്നറിയില്ല, മദിരേഷ്. ജവ്വാലി മൈസ്തഗിൽ മദിരേഷ്, ഊഷു സൗവി, ഇനി ഞാൻ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഏഷു സൗവി, ഇനി ഞാൻ എന്ത് ചെയ്യും? ഓക്കെ, അപ്പോൾ ജവ്വാലി മൈസ്തഗിൽ മദിരേഷ് ഊഷു സൗവി, ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുക? വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളത്. അപ്പോൾ ജവ്വാലി മൈസ്തഗിൽ മദിരി ഏഷ്, അതാണ് മദിരേഷ് വുഷ് ഉസൗവി, ഇനി ഞാൻ എന്താണ് ചെയ്യുക, എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് നമുക്ക് അറബിയിൽ ഇങ്ങനെ പറയാം. ഇനി മൊബൈൽ ചാർജ് ചെയ്യാൻ നമുക്ക് ഒന്നില്ലെങ്കിൽ അതിന് കേബിൾ ആവശ്യം വരും, അല്ലെങ്കിൽ അതിൻ്റെ അഡാപ്റ്റർ ആവശ്യം വരും അല്ലേ, അഡാപ്റ്റർ. അപ്പോൾ നമുക്ക് നമ്മുടെ അറബി പിന്നെ സുഹൃത്തിനോട് അല്ലെങ്കിൽ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന അറബിയോട് ചോദിക്കണം, എന്ത്? ഇതിൻ്റെ ചാർജർ കേബിൾ ഉണ്ടോ എന്ന് ചോദിക്കണം, അല്ലെങ്കിൽ ചാർജറിൻ്റെ അഡാപ്റ്റർ ഉണ്ടോ എന്ന് ചോദിക്കണം. അതെങ്ങനെയാണ് നമുക്ക് അറബിയിൽ ചോദിക്കാൻ കഴിയുക? ഓക്കെ, അപ്പോൾ നിൻ്റെ അടുത്തുണ്ടോ എന്നുള്ളതിന് നമുക്ക് നേരത്തെ നമ്മൾ മനസ്സിലാക്കിയ ഒരു വാക്കുണ്ട്, എന്ത്? ലദൈക്ക് എന്ന് ചോദിക്കും. ലദൈക്ക്, നിൻ്റെ അടുത്തുണ്ടോ? എന്താണ്? വയർ അല്ലെങ്കിൽ കേബിൾ എന്നുള്ളതിന് സിൽക്ക് എന്നാണ് പറയാം. സിൽക്ക്. ഓക്കെ, സിൽക്ക്. അപ്പോൾ ലദൈക്ക് സിൽക്ക് ഷാഹിൻ,
ലദൈക് സിൽക്ക് ഷാഹിൻ ചാർജറിൻ്റെ കേബിൾ ഉണ്ടോ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശം. അപ്പോൾ ലദൈക് സിൽക്ക് ഷാഹിൻ ചാർജറിൻ്റെ കേബിൾ നിൻ്റെ അടുത്തുണ്ടോ എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. ഇനി അതിൻ്റെ അഡാപ്റ്റർ ഉണ്ടോ? അഡാപ്റ്റർ എന്നുള്ളതിന് അറബിയിൽ ഉപയോഗിക്കുന്നത് തല എന്നുള്ള വാക്കാണ്. തലയ്ക്ക് എന്താണ്? റസ് എന്നാണ് പറയുക. അറബിയിൽ അത് റാസ് എന്നാണ്, അതായത് സംസാരത്തിൽ ഉപയോഗിക്കുന്ന റാസ് എന്നാണ്. ഓക്കെ, റാസ്. അപ്പോൾ എന്താണ്? ലദൈക് റാസ് ഷാഹിൻ, ചാർജറിൻ്റെ അഡാപ്റ്റർ ഉണ്ടോ? ഓക്കെ, അഡാപ്റ്റർ എന്ന് പറയുന്നത് മെയിൻ സാധനമുള്ളത്, അതുകൊണ്ടാണ് അതിനെ ആ തല എന്നുള്ള വാക്ക് അവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ലദൈക് സിൽക്ക് ഷാഹിൻ, ചാർജറിൻ്റെ കേബിൾ ഉണ്ടോ? ലദൈക് റാസ് ഷാഹിൻ, ചാർജറിൻ്റെ അഡാപ്റ്റർ ഉണ്ടോ എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശം. ഇനി ജോലി സമയത്ത് നീ മൊബൈൽ ഉപയോഗിക്കരുത്. ജോലി സമയത്ത് മൊബൈൽ ഉപയോഗിക്കരുത്, അതെങ്ങനെയാണ് പറയാം? ഓക്കെ, അപ്പം ഉപയോഗിക്കരുത്. മൊബൈൽ എന്നുള്ളതിന് അറിയാലോ, മൊബൈൽ എന്നുള്ളതിന് ജവ്വാൽ എന്നാണ്. ഓക്കെ, നിന്റെ മൊബൈൽ എന്നുള്ളതിന് ജവ്വാലക് എന്ന് പറയാം. ഇനി നീ ഉപയോഗിക്കരുത് എന്നുള്ളതിന്, അപ്പോൾ ഉപയോഗിക്കുക എന്നുള്ളതിന് ഇസ്തഖ്ദം എന്ന വാക്കാണ് ഉപയോഗിക്കുക. ഇസ്തഖ്ദം എന്ന് പറഞ്ഞാൽ ഉപയോഗിച്ചു. ഓക്കെ, ഇനി നീ ഉപയോഗിച്ചു എന്നുള്ളതിന് ഇസ്തഖ്ദംത് എന്നാ പറയും. ഇസ്തഖ്ദംത്, അന ഇസ്തഖ്ദംത് എന്ന് പറഞ്ഞാൽ ഞാൻ ഉപയോഗിച്ചു. ഇൻത് ഇസ്തഖ്ദംത് എന്ന് പറഞ്ഞാൽ നീ ഉപയോഗിച്ചു. ഇനി നീ ഉപയോഗിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് തസ്തഖ്ദം എന്നാണ് പറയാം. തസ്തഖ്ദം. ഓക്കെ, അപ്പൊ ഇൻത് തസ്തഖ്ദം എന്ന് പറഞ്ഞാൽ നീ ഉപയോഗിക്കുന്നു എന്നായി. ഇനി നീ ഉപയോഗിക്കരുത് എന്നുള്ളതിന് എന്താണ്? ലാ തസ്തഖ്ദം എന്ന് പറഞ്ഞത്. ലാ തസ്തഖ്ദം എന്ന് പറഞ്ഞാൽ നീ ഉപയോഗിക്കരുത്. ലാ തസ്തഖ്ദം ജവ്വാലക്, നിന്റെ മൊബൈൽ നീ ഉപയോഗിക്കരുത്. എവിടെയാണ്? ഫിഷുകൾ, ജോലിയിൽ, അല്ലെങ്കിൽ ജോലിക്കിടയ്ക്ക്, ജോലി സമയത്ത് നീ എന്ത് ചെയ്യരുത്? മൊബൈൽ ഉപയോഗിക്കരുത്. അപ്പം എങ്ങനെയാണ് പറയാ? ലാ തസ്തഖ്ദം ജവ്വാലക് ഫിഷുകൾ, ലാ തസ്തഖ്ദം ജവ്വാലക് ഫിഷുകൾ, ജോലി സമയത്ത് എന്ത് ചെയ്യരുത്? നീ മൊബൈൽ ഉപയോഗിക്കരുത് എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മുടെ ജോലി സ്ഥലത്തോ അല്ലെങ്കിൽ പുറത്ത് വെച്ചൊക്കെ അറബികളുമായി സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യമായ ചില കാര്യങ്ങൾ എങ്ങനെ അറബിയിൽ കൃത്യമായി പറയാം എന്നുള്ളതിൻ്റെ ചില ഉദാഹരണങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നത്. അത് പ്രത്യേകിച്ച് മൊബൈലുമായി ബന്ധപ്പെട്ട വാചകങ്ങൾ. അപ്പോൾ ഇനിയും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇനിയും വാചകങ്ങൾ ഇതുപോലെ ഡെയിലി നമുക്ക് ആവശ്യമായ വാചകങ്ങൾ ഇനിയുമുണ്ട്, ഒരുപാടുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് കൃത്യമായി അറബിയിൽ പറയാമെന്നുള്ളത് നമുക്ക് ഇൻഷാ അല്ലാഹ് ഇനി വരുന്ന വീഡിയോയിൽ നമുക്ക് കാണാവുന്നതാണ്. കൂടാതെ അറബി വീഡിയോകൾ കണ്ട് നമുക്ക് അറബി സംസാരിക്കാൻ നമുക്ക് പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിനുവേണ്ടി തീർച്ചയായും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടുതൽ ഇനി വരുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി അതിൻ്റെ ബെൽ ഐക്കൺ കൂടി നിങ്ങൾ അമർത്താൻ മറക്കാതിരിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായി കാണാം. മഅസ്സലാമ.